പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ചധികം ഭാഗങ്ങൾ. പ്രോബബിലിറ്റിയിലെ റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ട്സ് ഇൻ ടു എ നമ്പർ ഓഫ് ഔട്ട്കംസ് ആൻഡ് we can also assign numerical values to those outcomes. Now consider a variable which assumes values exactly same as those assigned to the outcomes. Then that variable is called the random variable associated to that random experiment. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് പറയുന്നത് എന്താണ് റാൻഡം വേരിയബിൾ. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പറയുന്നതാണ് റാൻഡം വേരിയബിൾ എന്നുള്ളത് പ്രോബബിലിറ്റിയിൽ. സോ എന്താണ് റാൻഡം വേരിയബിൾ? റാൻഡം എക്സ്പെരിമെൻറ്റ് റിസൾട്ട് ഇൻ ടു എ നമ്പർ ഓഫ് ഔട്ട്കംസ് ആൻഡ് വി ക്യാൻ ഓൾസോ അസൈൻ ന്യൂമറിക്കൽ വാല്യൂസ് ടു ദോസ് ഔട്ട്കംസ്. അതായത് ഓരോ റാൻഡം എക്സ്പെരിമെൻറ്റിലും നമുക്ക് ഔട്ട്കംസ് ഓരോ ന്യൂമറിക്കൽ വാല്യൂസാണ് കിട്ടുക. റൈറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ്, ഡൈ ത്രോ ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. റൈറ്റ്. നമ്മൾ കാർഡ്സൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ അങ്ങനെ വരുന്ന സമയത്ത് ഔട്ട്കംസ് നമുക്ക് ഔട്ട്കംസിന് എന്ത് ചെയ്യാം? ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഈ ന്യൂമറിക്കൽ വാല്യൂസ് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. സോ കൺസിഡർ എ വേരിയബിൾ വിച്ച് അസ്യൂംസ് വാല്യൂസ് എക്സാക്ട്ലി സെയിം ആസ് ദോസ് അസൈൻ ടു ദി ഔട്ട്കംസ്. ദെൻ ദാറ്റ് വേരിയബിൾ ഈസ് കോൾഡ് ദി റാൻഡം വേരിയബിൾ അസോസിയേറ്റഡ് ടു ദി റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെൻറ്റിന് നമുക്ക് ഔട്ട്കംസ് കിട്ടുന്നു, സർട്ടൻ നമ്പേഴ്സ്. അപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇറ്റ്സ് ഔട്ട്കംസ് ആർ ഹെഡ് ആൻഡ് ടെയിൽ. ഇതൊക്കെ നമുക്കറിയാം. ലെറ്റ് us assign numbers 1 and 2 to these outcomes. Then consider a variable x which also takes values 1 and 2. Then x is a random variable associated to this experiment. X takes values 1 and 2. ഓക്കെ. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് എക്സാമ്പിളായിട്ട് പറയുന്നു. നമുക്കറിയാം, ഒരു തവണ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കംസാണ് പോസിബിൾ ആയിട്ടുള്ളത്, ഹെഡ് ആൻഡ് ടെയിൽ. ലെറ്റ് us assign numbers 1 and 2 to these outcomes. ഈ ഔട്ട്കംസിന് നമ്മൾ 1 എന്നും 2 എന്നും നമ്പേഴ്സ് അസൈൻ ചെയ്യുകയാണെങ്കിൽ then consider a variable x which also takes values 1 and 2. Thus x is a random variable associated to this experiment. അപ്പം നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള ആ വാല്യൂസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാരിയബിളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം അത്തരത്തിലുള്ള വാരിയബിളിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. Suppose a random variable assumes different values, and for each such value we can find a respective probability on the basis of a mathematical model. Then we can form a table showing the various values of the random variable and corresponding probabilities. This is probability distribution or theoretical distribution. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു, റാൻഡം വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അപ്പം അതുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് പറയാൻ ശ്രമിക്കുകയാണ്. സപ്പോസ് എ റാൻഡം വേരിയബിൾ അസ്യൂംസ് ഡിഫറെൻറ്റ് വാല്യൂസ്, ആൻഡ് ഫോർ ഈച്ച് സച്ച് വാല്യൂ യു ക്യാൻ ഫൈൻഡ് എ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ. അപ്പോൾ ഈ റാൻഡം വേരിയബിൾ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം.
അത്തരത്തിലുള്ള ഓരോ വാല്യൂസിനും നമ്മൾ റെസ്പെക്റ്റീവ് പ്രോബബിലിറ്റീസ് കണ്ടെത്താനായിട്ട് പറ്റും ഓൺ ദ ബേസിസ് ഓഫ് എ മാത്തമാറ്റിക്കൽ മോഡൽ. സോ ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് പറയുന്നത്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടുന്നതായിരിക്കും. ബൈനോമിയൽ, അതുപോലെ പോയ്സോൺ, നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. Then we can form a table showing the various values of a random variable and corresponding probabilities. This is probability distribution or theoretical distribution. So probability distribution എന്ന് പറഞ്ഞാൽ is actually a table showing various values of the random variable and corresponding probabilities. ഒരു പർട്ടിക്കുലർ റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ ടേബിളിനാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്, റാൻഡം വേരിയബിൾ എന്താണ്, ദെൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്. ആസ് ആക്ച്വലി എ ടേബിൾ ഷോയിങ് എന്തൊക്കെയാണ് കാണിക്കുന്നത്. റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസ്, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Now suppose x is a random variable and assumes values x1, x2, etc. xn with corresponding probabilities p1, p2, etc. pn, then the probability distribution is. So ഒരു റാൻഡം വേരിയബിൾ, ഏതൊരു റാൻഡം എക്സ്പെരിമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ നമ്മൾ പറയുന്നു. അതിൻ്റെ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ജസ്റ്റ് തിയറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റാൻഡം വേരിയബിൾ ആൻഡ് അസ്യൂംസ് വാല്യൂസ് x1, x2, etc. xn with corresponding probabilities p1, p2, etc. pn. ഓക്കെ, അപ്പം റാൻഡം വേരിയബിൾ എക്സ് ആണെന്ന് വിചാരിക്കാം. ആ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു x1, x2, etc. xn with corresponding probabilities p1, p2, p3, etc. pn. ഓക്കെ, അപ്പം റാൻഡം വേരിയബിൾ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നു വിത്ത് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. അതിൻ്റെ ആ ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് അതിന് നമ്മൾ p1, p2, pn എന്ന് വിളിക്കുന്ന എക്സെട്ര pn. റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസിന് x1, x2, etc. xn എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ ടേബിൾ ഷോയിങ് വാല്യൂ ഓഫ് ദി റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. അത് നമ്മളിങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ, അതിൻ്റെ വാല്യൂസ് ഒരു കോളത്തിൽ കൊടുക്കുന്നു x1, x2, etc. xn. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി നെക്സ്റ്റ് കോളത്തിൽ കൊടുക്കുന്നു p1, p2, etc. pn. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സിംപ്ലി എ ടേബിൾ ഷോയിങ് ദ വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ്. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് താഴെ പറയുന്ന പ്രോപ്പർട്ടീസുകളാണുള്ളത്. ഒന്ന്, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് അത് നമുക്കറിയാലോ, പ്രോബബിലിറ്റി വാല്യൂസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ സം ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഈ പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഇവിടെ തന്നിട്ടുള്ള പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 1 ആയിരിക്കും. റൈറ്റ്, ഇതാണ് പറഞ്ഞത്. 2 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന്, പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പി ഓഫ് എക്സ് പ്രോബബിലിറ്റി വാല്യൂ, ഓരോ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ഇനി അവയുടെ പി ഓഫ് എക്സ് ടോട്ടൽ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. റൈറ്റ്. നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ, let x stands for
number of heads obtained when 2 coins are tossed. Then x takes value 0, 1, 2. അപ്പോൾ ജസ്റ്റ് ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 2 coins are tossed. അപ്പോൾ നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാം? എസ് ഈക്വൽ ടു എച്ച് എച്ച്. രണ്ടും ഹെഡ് വിടാം. ഒന്ന് ഹെഡ്, ആദ്യം ഹെഡ്, രണ്ടാമത് ടൈൽ വിടാം. ദെൻ ആദ്യം ടൈല്, രണ്ടാമത് ഹെഡ് വിടാം. ദെൻ രണ്ടും ടൈൽ വിടാം. ഓക്കെ, അപ്പോൾ 4 സാമ്പിൾ സ്പേസിൽ നമുക്ക് 4 എലമെൻറ്റ്സ് ആണുള്ളത്. 1, 2, 3, 4 റൈറ്റ്. നമ്മളുടെ എക്സ് ആണ് റാൻഡം വേരിയബിളായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫോർ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ്, 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മളിവിടെ റാൻഡം വേരിയബിളായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, എക്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഹെഡ്സ് ആണ് നമുക്ക് റാൻഡം വേരിയബിളായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിളിൻ്റെ ആയിട്ട് അസ്യൂം ചെയ്യാൻ പറയുമ്പോൾ റാൻഡം വേരിയബിളിന് ഏതൊക്കെ വാല്യൂസ് വരാം? നമുക്ക് ഹെഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് നോക്കാം. റാൻഡം വേരിയബിളിന് ഒരു ഹെഡും ഇല്ലാത്ത കണ്ടീഷൻ, ദിസ് ഇസ് ടി റൈറ്റ്, രണ്ടും ടെയിൽ. അപ്പോൾ ഒരു ഹെഡും ഇല്ലാത്ത കണ്ടീഷൻ, അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ വേരിയബിളിന് 0 എന്ന് എടുത്തു. നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ എന്താണ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ് കൊടുക്കേണ്ടത് വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ 0. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഒരു ഹെഡ് കിട്ടുന്നതാണ് റൈറ്റ്. ഒരു ഹെഡ് കിട്ടുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്, നമുക്ക് അതും കൊടുക്കാം. ഇനി അടുത്ത പോസിബിൾ ആയിട്ടുള്ള വാല്യൂ 2 ആണ്, അതായത് 2 ഹെഡ് കിട്ടുന്ന സിറ്റുവേഷൻ. സോ നമുക്ക് 3 റാൻഡം വേരിയബിളിന് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 2 കോയിൻസ് ടോസ്ഡ്, 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ്, അതാണ് നമ്മളുടെ റാൻഡം വേരിയബിളായിട്ട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളാണ്, 3 വാല്യൂസാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, 0, 1, 2. ഇനി ഇതിനപ്പുറത്തേക്കില്ല. 0 മിനിമം വാല്യൂ, അതായത് ഹെഡ് കിട്ടാത്ത സിറ്റുവേഷൻ, ഒരു ഹെഡ് കിട്ടാം, 2 ഹെഡ് കിട്ടാം. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് പി ഓഫ് എക്സ്, അതാണ് പി ഓഫ് എക്സ് എന്ന് കാണിക്കുന്നത്. 0 വാല്യൂ, അതായത് ഹെഡ് 0 ഹെഡ് ഇല്ലാത്ത 0 ഹെഡ് കിട്ടുന്ന ഒറ്റ സിറ്റുവേഷനിലുള്ളൂ, ഇതാണ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്താം. മൊത്തം സാമ്പിൾ സ്പേസിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. സോ ടോട്ടൽ 4, അതിൽ ഒരു തവണയാണ് നമുക്ക് 0 ഹെഡ് കിട്ടുന്നത് റൈറ്റ്, അതാണ് ടി. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയാണ്? 1/4 റൈറ്റ്. ഇനി രണ്ടാമത്തത് ഒരു ഹെഡ് കിട്ടുന്ന സിറ്റുവേഷൻ. അങ്ങനത്തെ എത്ര ഉണ്ട്? 2 സിറ്റുവേഷൻസ് ആണ്, എച്ച് ടിയും ടി എച്ചും. അപ്പം ടോട്ടൽ 4, അതിൽ 2 തവണ ഒരു ഹെഡ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 2/4 ആണ്, 1/2 എന്ന് എഴുതാം. റൈറ്റ്. സോ ദിസ് ഇസ് വേണമെങ്കിൽ നമുക്ക് 2/4 എന്ന് തന്നെ എഴുതാം, ഈസി ആയിട്ട് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ 2 ഹെഡ് വരുന്ന എത്ര സിറ്റുവേഷനാണ്? ഒറ്റ സിറ്റുവേഷനാണ് റൈറ്റ്. സോ ടോട്ടൽ 4 ആണ്, അതിൽ ഒരു തവണ. സോ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എഴുതാം 1/4. സോ പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ടേബിളാണ്, ടേബിൾ ഷോയിങ് ദ വാല്യൂ ഓഫ് ദി റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. ഇവിടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്, നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. 2 കോയിൻ അറ്റ് എ ടൈമിൽ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് എന്നുള്ളതാണ് എക്സ് അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ. 3 വാല്യൂസാണ് 0, 1, 2. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. ഇനി ഇത് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്
ഇത് തന്നെയാണോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് രണ്ട് കണ്ടീഷനാണ് നേരത്തെ പറഞ്ഞത്. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇവിടെ 0 വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഇല്ല. 1/4, 2/4, 1/4. 0 ഗ്രേറ്റർ ദാൻ ആണ്. റൈറ്റ്. ഇനി പി ഓഫ് എക്സ് സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അതായത് പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസിൻ്റെ വാല്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കണം. അതായത് 1/4 + 2/4 + 1/4 വാല്യൂ എന്തായിരിക്കണം? ടോട്ടൽ 1 ആയിരിക്കണം. അപ്പം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 + 2 3, 3 + 1 4. അപ്പം 4 / 4 നമുക്കറിയാം ഒരേ ഡിനോമിനേറ്ററാണ്. അപ്പം ന്യൂമറേറ്റർ മാത്രം ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം അങ്ങനെ ഇട്ടാൽ മതി. 4/4 1. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ.